ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. നാം വല്ലാത്ത ഈ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലും പല സംഭവങ്ങളാണ് നടമാടിയിട്ടുള്ളത്. സംസ്ഥാനത്തേക്കും തമിഴ്നാട്ടിലേക്കും ലഹരി മരുന്ന് വിതരണം ചെയ്യുന്ന ശൃംഖലയിലെ പ്രധാന പ്രതിയായ പത്തനംതിട്ടക്കാരൻ 25 വയസ്സുള്ള ആ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ദീർഘനാളുകളായി ഈ സംഘം പ്രവർത്തിച്ച് പല ഇടങ്ങളിൽ നിന്ന് ഈ ലഹരി വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം നടന്നത് മലയൻകീഴ് മൂങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 19കാരൻ തൻ്റെ വീട്ടിൽ നിന്ന് സന്ധ്യയ്ക്ക് വെളിയിലേക്ക് പോയി. എന്നാൽ കുറച്ച് രാത്രിയായപ്പോൾ അവൻ മാതാവിനെ വിളിച്ച് പറഞ്ഞു അവനൊരു കുഴിയിൽ അകപ്പെട്ട് കിടക്കുകയാണ്. പിന്നീട് തിരിച്ചു വിളിക്കുവാൻ നോക്കിയപ്പോൾ അവൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫാണ്. പിന്നീട് നാട്ടുകാരും പോലീസും എല്ലാവരും കൂടി അർദ്ധരാത്രി വരെയും പരിശോധിച്ച് കണ്ടുപിടിച്ചപ്പോൾ അവനൊരു റബ്ബർ തോട്ടത്തിൽ ഇരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീടാണ് മനസ്സിലായത് അവൻ ലഹരിക്ക് അടിമയായിരുന്നതുകൊണ്ട് ആ പരന്നു കിടന്ന ആ പ്രദേശം അവനൊരു വലിയ കുഴിയായിട്ടാണ് അവിടെ എല്ലാം തോന്നുവാനായിട്ട് ഇടയായത്. ഈ വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസത്തെ പത്രത്തിലുണ്ട്. വീണ്ടും കാട്ടാക്കട ആമച്ചലിൽ ബ്രെഡിൽ ഒളിപ്പിച്ച 200 ഗ്രാം MDMA കടത്തിയ കൊലക്കേസ് പ്രതി ഉൾപ്പെടെ 2 പേരെ പോലീസ് പിടികൂടി. ഇവരൊക്കെ നിരന്തരമായി ഇപ്രകാരം വലിയ ലഹരി കടത്തുന്ന ആളുകളാണ്. അത് അങ്ങനെ നാം കാണുമ്പോൾ മറുവശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ യുദ്ധലഹരിയും കൊടുമ്പിരി കയറുകയാണ്. ഹമാസ് രാഷ്ട്രീയ നേതാവിയായ സലാ അൽ ബൽദാവിനെ ഇസ്രയേൽ വധിച്ചതായിട്ട് വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ കഴിഞ്ഞ കുറച്ച് കാലത്തെ മരണസംഖ്യ ഏതാണ്ട് 61,700 അധികം കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. കുട്ടികൾ തന്നെ 15,613 ഇതുകൂടാതെ ആയിരക്കണക്കിന് ആളുകൾ മുറിവേറ്റും അംഗവൈകല്യം വന്നും കിടപ്പുണ്ട്. കെട്ടിടങ്ങള് ഫ്ളാറ്റുകളെല്ലാം തകർന്ന് മണ്ണടിഞ്ഞു കിടപ്പുണ്ട്. ഇതെല്ലാം യുദ്ധലഹരിയുടെ മറ്റൊരു വശം. അപ്പോൾ തന്നെ നിയമത്തിന്റെ വഴിയിൽ നമുക്ക് കിട്ടേണ്ടുന്നതായ നീതി കിട്ടാത്ത മറ്റ് അവസ്ഥകൾ. ഹൈക്കോടതി ജഡ്ജിയുടെ വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത 15 കോടിയോളം നോട്ട് കെട്ടുകൾ അവിടെ ഉണ്ടായ തീപിടുത്തത്തിൽ അഗ്നിസേന കണ്ടെടുക്കുവാനായിട്ടിടയായ സാഹചര്യം കഴിഞ്ഞ ദിവസം അല്പമായിട്ട് സൂചിപ്പിച്ചു. ഈ ജഡ്ജിയെ ഇംപീച്ച്മെന്റ് ചെയ്യുവാനുള്ളതായ ശ്രമത്തിലാണ് പ്രതിപക്ഷം. അപ്പോൾ തന്നെ ആരോപണ വിധേയനായ ജഡ്ജിയെ സുപ്രീം കോടതി പൂർണ്ണമായും കൈവിട്ട സാഹചര്യത്തിൽ പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രസ്താവനയ്ക്കായി കാത്തിരിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളും നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ദൈവത്തിന്റെ വചനം ഇവിടെ യെശയ്യാ പ്രവചനം 54:14 ഇപ്രകാരം പറയുന്നു: അങ്ങനെ ന്യായം പിന്മാറി നീതി അകന്നു നിൽക്കുന്നു, സത്യം വീതിയിൽ ഇടറുന്നു, നേരിന് കടപ്പാൻ കഴിയുന്നതുമില്ല.
എല്ലാ തലത്തിലും സത്യം അഥവാ ഇടറുന്നു. അതിന് കടപ്പാൻ നീതിപീഠത്തിൽ പോലും സത്യം ഇടറുന്നു. അഥവാ ആ ന്യായം മറിച്ച് കളയപ്പെടുന്നു. കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ ഒക്കെ നമ്മളിത് കാണുന്നു. കൂടാതെ കോടതിയിൽ പോലും ഇതെല്ലാം ഇടറുന്ന സാഹചര്യമാണ് ഈ അന്ത്യകാലത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ക്രിസ്തുവിൽ മാത്രമേ യഥാർത്ഥ നീതിയും സത്യവും അനുഭവിപ്പാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സത്യത്തിൽ മുന്നേറുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെയെങ്കിൽ ആ കുടുംബത്തിൽ സമാധാനമുണ്ടാകും. അങ്ങനെയെങ്കിൽ ആ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അവർ ദൈവമുള്ള തലമുറയായി വളരുവാൻ ഇടയായിത്തീരും. ആ ദൈവത്തിൻ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.